ഈ താലി കിണറ്റി വീണപ്പോ മുതല് എന്റെ മനസ്സിൽ തോന്നിയതാ വല്യുവിന് എന്തോ ആപത്ത് വരാൻ പോകുന്നു. ഇപ്പൊ അങ്ങനെ തന്നെ സംഭവിച്ചു. എന്തിനാ ദേവി എന്നെ ഇങ്ങനെ പരീക്ഷിക്കണേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എന്തിനാ ഞാൻ ഈ താലി ഒരുപ്പോഴൊക്കെ വല്യുവിന് ഇങ്ങനെ ഓരോരോ ആപത്തുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കണേ? വല്യുവിന് എന്ത് തെറ്റാ ചെയ്തേ? ഇനിയെങ്കിലും മതിയാക്കിക്കൂടെ ഞങ്ങളോടുള്ള ഈ പരീക്ഷണങ്ങള്? ഇന്നിപ്പോ അവിടെ ആശുപത്രിയില് ഒരാളും മരണത്തെ മുഖാമുഖം കണ്ട് കിടക്കുക. അവിടെ വല്യുഞ്ഞിനൊന്നും സംഭവിക്കരുത്. കരുണ കാട്ടണം. അറിയാലോ, വല്യുഞ്ഞ് എനിക്കെന്റെ ജീവനാ. ആ ജീവൻ ആപത്തുണ്ടാവാതിരിക്കാൻ വേണ്ടി എന്തും ഞാൻ ചെയ്യും. എന്തും. ഇപ്പൊ എനിക്ക് ആശുപത്രിയിൽ പോണം. മനസ്സിന്റെ ഒരു ബലത്തിന് വേണ്ടി ഈ താലി ഞാൻ ദേവിയെ സാക്ഷിയാക്കി കഴുത്തിലണിയാ. ആപത്തും വരുത്തരുത്. രക്ഷിക്കണം. പകരം ഞാൻ എന്റെ ഈ പ്രാണൻ വരെ തരാൻ തയ്യാറാ. പ്രാണൻ വരെ. വല്യുഞ്ഞിന് ഒരു ആപത്തും വരുത്തരുത്. രക്ഷിക്കണം. പകരം ഞാൻ എന്റെ ഈ പ്രാണൻ വരെ തരാൻ തയ്യാറാ. പ്രാണൻ വരെ. ഗുരുജി, ഇതുവരെ വെല്ലുവിഞ്ഞിന് ബോധം വീണിട്ടില്ല. എനിക്കെന്തോ പേടി തോന്നുന്നു. എന്തെങ്കിലും സംഭവിച്ചാലെന്നല്ല, സംഭവിച്ചു കഴിഞ്ഞില്ലേ. ഇനി വേണ്ടത് സംഭവിച്ചതിനുള്ള പരിഹാരങ്ങളാ. ഏതായാലും ദാസ് വിഷമിക്കാതിരിക്കൂ. ഭഗവാൻ അത്യാപത്തൊന്നും വരുത്തില്ലെന്ന് വിശ്വസിക്കാം. ഏതിനും ഡോക്ടർ പരിശോധിച്ചിറങ്ങുന്നത് വരെ നമ്മൾ കാത്തിരുന്നേ പറ്റൂ.
ഐസു എവിടെ? സെക്കൻഡ് ഫ്ലോറിലാ. മോനെ, എന്റെ ആനന്ദിന് എന്ത് പറ്റി? ഇപ്പൊ അവൻ എങ്ങനെയുണ്ട്? അമ്മ, ഡോക്ടർ എന്താ പറഞ്ഞേ? ഡോക്ടർ ഒന്നും പറഞ്ഞില്ല അച്ഛൻ. ഐസിയുലേക്ക് മാറ്റി ട്രീറ്റ്മെന്റ് നടക്കുക. ബ്രോക്ക് ഇതുവരെ ബോധം കിട്ടിയിട്ടില്ല. എനിക്ക് പേടിയാവുന്നുണ്ട് അമ്മ. ഇല്ല മോനെ, അവനൊന്നും വരില്ല. മോനെ, അഖിലേ, ചേട്ടാ, ഐസിയു സെക്കൻഡ് ഫ്ലോറിലാ. അച്ഛാ, വല്യുഞ്ഞിന് എങ്ങനെയുണ്ട്? ഡോക്ടർ എന്ത് പറഞ്ഞച്ചാ? ഇപ്പൊ എന്താ വല്യുഞ്ഞിന്റെ അവസ്ഥ? കൃഷ്ണേട്ടാ, ഡോക്ടർ, യെസ്, ആനന്ദിന് എങ്ങനെയുണ്ട്? ഉഗ്രവിഷമാണ് ശരീരത്തിലേറ്റിരിക്കുന്നത്. ആന്റിവെനം കുത്തിവെച്ചിട്ടുണ്ട്. ഇപ്പൊ ഒന്നും കൂടുതലായി പറയാൻ പറ്റില്ല. 6 മണിക്കൂർ ഒബ്സർവേഷനാണ്. അതിനുശേഷമേ എന്തെങ്കിലും റിസൾട്ട് കാണിച്ചു തുടങ്ങും. ഡോക്ടർ, എനിക്ക് എന്റെ മോനെ ജീവനോട് വേണം. അതിനായി എന്ത് ഫെസിലിറ്റി വേണമെങ്കിലും ഒരുക്കി തരാം. ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും ഏത് സ്പെഷ്യലിസ്റ്റിനെ വേണമെങ്കിലും വരുത്തി തരാം. ഐ വാണ്ട് മൈ ആനന്ദ് ബാക്ക്. എനിക്ക് എന്റെ മോനെ തിരികെ വേണം. അറ്റ് എനി കോസ്റ്റ്. മാഡം, ഇനി എവിടെ നിന്നൊക്കെ ഡോക്ടേഴ്സിന് വരുത്തിയാലും ഇപ്പൊ നൽകിയിരിക്കുന്ന അതേ ട്രീറ്റ്മെന്റ് തന്നെയാണ് കൊടുക്കുന്നത്. ഈ ട്രീറ്റ്മെന്റ് പ്രകാരം പേഷ്യന്റിന് 1 മണിക്കൂറിനകം ബോധം വീഴണം. പക്ഷേ ബോഡി വളരെ വീക്കായതുകൊണ്ടാണ് ഞാൻ 6 മണിക്കൂർ പറഞ്ഞത്. ഏതായാലും എത്രയും വേഗം ബോധം വീഴാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. മോനെ, ദാ, അച്ഛ, റോയിന്റെ കൂടപ്പുറം മാത്രമല്ല, എന്റെ ജീവന. എന്റെ ബ്രോക്ക് എന്തിനും പറ്റിയ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല അച്ഛ. മോനെ, അവനൊന്നും പറ്റില്ലടാ. മോനെ, കരയല്ലടാ. ഈ ഞാൻ ജീവിച്ചിരിക്കുമ്പോ അച്ഛൻ അതിനെ സമ്മതിക്കുമെന്ന് മോന് തോന്നുന്നുണ്ടോ?
എന്റെ മോനെ തോന്നുന്നുണ്ടോന്ന്? നിങ്ങളല്ലല്ലോ മക്കളെ അച്ഛന്റെ ധൈര്യം. നീ ധൈര്യമായിട്ടിരിക്കുക. അരവിന്ദേ, നീ എന്താ ഈ കാണിക്കുന്നേ? ചേട്ടനെ വെറുതെ സങ്കടപ്പെടുത്തല്ലേ. ഒരു പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് വന്ന മനുഷ്യനല്ലേ. സോറി അച്ഛാ, ഞാൻ സങ്കടം കൊണ്ട്. കമോൺ ബോയ്, നീ ബോൾഡ് ആവാ ആദ്യം, ബാക്കി എല്ലാം ശരിയാവും. ഗുരുജി, ഗുരുജിക്കറിയില്ലേ, കാലാകാലങ്ങളായി തൃച്ചംബരത്തെ ആൺസന്തതികൾ കല്യാണത്തിന് മുൻപേ കുടുംബക്ഷേത്രത്തിൽ കുളിച്ച് ശിവപൂജ നടത്തുന്ന ഒരു ചടങ്ങുണ്ട്. ഇപ്രാവശ്യവും ആ കുടുംബാചാരം തെറ്റിക്കാതെ പാലിച്ചതിനാണോ ഈ ശിക്ഷ കിട്ടിയിരിക്കുന്നത്? എതിരായിട്ട് ഞങ്ങൾ എന്ത് കുറ്റമാ ചെയ്ത്? ആര് ചെയ്ത പാപത്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു പരീക്ഷണം? പറ ഗുരുജി, ഉത്തരം പറയൂ. അഖിലേ, കുറ്റം ചെയ്തതും പാപം ചെയ്തതും നിങ്ങളല്ല, മറ്റു ചിലരാണ്. മറ്റു ചിലരോ? അതെ, അഖിലയുടെ അച്ഛൻ പത്മനാഭമേനോൻ. അദ്ദേഹമാണ് ഇതിനെല്ലാം മൂലകാരണം. ഗുരുജി എന്തൊക്കെയാ പറയുന്നത്? ജനങ്ങൾക്ക് നാടിനു വേണ്ടി ജീവിതം സമർപ്പിച്ച ആളല്ലേ എന്റെ അച്ഛൻ. അത് ഗുരുജിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. എന്നിട്ടും ഇങ്ങനെ പറഞ്ഞാൽ? അതൊക്കെ ശരിയാണ്. പക്ഷേ ജനഹിതമറിഞ്ഞ മേനോൻ ദേവഹിതം മറന്നു. ക്ഷേത്ര പുനരുദ്ധാരണം നടത്താമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് ദൈവസന്നിധിയിൽ വിളക്ക് വെച്ച് വാക്കുകൊടുത്തയാളാ മേനോൻ. പക്ഷേ എന്തുകൊണ്ടോ അതൊരിക്കലും ചെയ്തില്ല. ഒടുവിൽ നേർച്ച പാലിക്കാതെ ബാക്കി വെച്ചാണ് മേനോൻ ഇഹലോകവാസം വെടിഞ്ഞത്. അതാണ് ഭഗവാന്റെ ഈ പരീക്ഷണമെന്ന് കരുതാം. അയ്യോ, ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞ കാര്യമല്ല. എത്ര ചെലവായാലും കുഴപ്പമില്ല. അച്ഛന്റെ നേർച്ച ഞാൻ നടത്തും. എന്റെ മോനെ എനിക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വേണം. അതിന് ഞാൻ എന്താ വേണ്ടത്? ഗുരുജി അത് പറഞ്ഞു തരൂ. എല്ലാ പാപങ്ങൾക്കും പരിഹാരമുണ്ടകിലേ. കല്യാണം കഴിഞ്ഞതാണെങ്കിൽ ആനന്ദ് താലി കെട്ടിയ പെണ്ണ് കയ്യിൽ അഗ്നികുംഭമേന്തി ദേവീക്ഷേത്രത്തിന് ചുറ്റും 9 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യണം. അതാണ് ഒരു വഴി. ഒൻപതാമത്തെ പ്രദക്ഷിണം പൂർത്തിയാവുമ്പോൾ പാപത്തിന് പരിഹാരമാവും. പക്ഷേ ഇവിടെ ഇപ്പോ ആനന്ദിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് അത് നടക്കില്ല. പിന്നെ ഉള്ളത് പൊക്കിൾക്കൊടി ബന്ധമുള്ള അമ്മയ്ക്ക് ചെയ്യാവുന്ന മറ്റൊരു പരിഹാരമാണ്. പറഞ്ഞോളൂ ഗുരുജി, അഖില എന്ത് വേണമെങ്കിലും ചെയ്യും. ഭഗവാന് തങ്കവിഗ്രഹം പണിയണം, അതുപോലെ 1,00,000 പേർക്ക് അന്നദാനം നടത്തണം. എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആനന്ദിനെ തിരികെ കിട്ടിയാൽ മാത്രം മതി. മനസ്സിലായി. പക്ഷേ ഇവിടെ അതൊന്നുമല്ലേ ആവശ്യമായിട്ടുള്ളത്, മറ്റൊന്നാണ്. ഗുരുജി എന്താ ആലോചിക്കുന്നത്? അഖില എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് പറഞ്ഞില്ലേ, പിന്നെന്താ? കാര്യമുണ്ട്. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിക്ക് ഈ പരിഹാരം ചെയ്യാൻ കഴിയുമോ എന്ന് എന്റെ ഉള്ളിലൊരു സംശയം. അതാ പറയാൻ മടിക്കുന്നത്. ഇപ്പൊ ഞാൻ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി അല്ല ഗുരുജി, മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന ഒരു മകന്റെ അമ്മയെ. എന്റെ മകനേക്കാൾ വലുതായിട്ട് എനിക്ക് ഈ ലോകത്ത് മറ്റൊന്നുമില്ല. ഞാൻ എന്ത് പരിഹാര കർമ്മം ചെയ്യണമെന്ന് അവിടുന്ന് പറഞ്ഞാൽ മാത്രം മതി. ഞാനത് ചെയ്തിരിക്കും.
അത് അഖിലാണ്ടേശ്വരി തെരുവിലിറങ്ങി വീടുകളിൽ നിന്ന് ഭിക്ഷയാചിക്കണം. എന്താ പറ്റുമോ? വീട് വീടാന്തരം കയറിയിറങ്ങി ഭിക്ഷയെടുത്ത് കിട്ടുന്ന അരി കൊണ്ട് ദേവിക്ക് പൊങ്കാല അർപ്പിക്കണം. അതാണ് ഇനിയുള്ള ഏക പരിഹാര മാർഗം. എന്തു പറയുന്നു? ചെയ്യാൻ പറ്റുമോ? ആനന്ദ് താലികെട്ടിയ പെണ്ണ് കയ്യിൽ അഗ്നികുംഭമേന്തി ദേവീക്ഷേത്രത്തിന് ചുറ്റും 9 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യണം. അതാണ് ഒരു വഴി. ആനന്ദ് താലികെട്ടിയ പെണ്ണ് കയ്യിൽ അഗ്നികുംഭമേന്തി ദേവീക്ഷേത്രത്തിന് ചുറ്റും 9 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യണം. അതാണ് ഒരു വഴി. വല്യുഞ്ഞ്, ഞാനുണ്ട് കൂടെ. ഈ കല്യാണം ജീവിച്ചിരിക്കുന്ന കാലം വരെ വല്യുഞ്ഞിന് ഒരു അബദ്ധം വരാൻ ഞാൻ സമ്മതിക്കില്ല. அந்தனர்த்தம் சிந்தையானை அருமறையின் அகத்தானை அணுவை யார்க்கும் தெரியாத தத்துவனை தேனை பாலை திகழொழியை தேவர்தம் கோணை மற்றை கரியானை நான்முகனை கனலை காற்றை தனைக்கடலை குளவரையை கலந்து நின்ற பெரியானை பெரும்பற்ற புலியூரானை